കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ കുറേ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി, എങ്ങനെയാണ് അതിനെ നെയിം ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ നെയിം ചെയ്യുക. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്തായിരുന്നു? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഹൈഡ്രോ കാർബൺസ് ആണ് എന്ത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ അങ്ങനെയുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്കിവിടെ ഒരു IUPAC നെയിം കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. കോമ്പൗണ്ട് തന്നിട്ടുണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 CH3. അപ്പം ഇങ്ങനെയുള്ള ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ വരുന്ന കാർബൺ കോമ്പൗണ്ട്സിനെ നമ്മൾ നെയിം ചെയ്യുമ്പം ഇവിടെ നമ്മൾ നോക്കുക, ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരണം എന്നാണ്. അതായത് നമ്മൾ ഇവിടുന്ന് നമ്പർ ഇട്ട് തുടങ്ങുകയാണെങ്കിൽ 1 2 3 and 4, റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോൾ 1 2 3 4. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ കൗണ്ട് ചെയ്തപ്പം ഫസ്റ്റ് കാർബൺ കഴിഞ്ഞ ഉടനെ, അതായത് ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ. ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് കൗണ്ട് ചെയ്യുമ്പം മൂന്നാമത്തെ കാർബണിൻ്റെ ശേഷം, അതായത് മൂന്നാമത്തെ കാർബണിൻ്റെ മുകളിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പം IUPAC റൂൾ എന്താണ്? ലോവസ്റ്റ് നമ്പർ വരുന്ന കാർബൺ ഏതാണോ അതായിരിക്കും ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ കാണിക്കുന്നത്. അതായത് നമ്മളതിന് പേര് കൊടുക്കുമ്പം ഡബിൾ ബോണ്ട് എവിടെയാണ്, ഏത് കാർബണിൻ്റെ മുകളിലാണ്, ട്രിപ്പിൾ ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ട് എവിടെയാണ് വരുന്നത്, ആ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് റൂള്. In the nomenclature of hydrocarbons with double bonds, the numbering should be done in such a way that the carbon atoms linked by the double bonds gets the lowest position number. Double bond വഴി ബോണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റംസിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്പർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ല അത്? ഓക്കെ, അപ്പം ഇത് നമ്മൾ രണ്ട് രീതിയിലും നമ്പർ ചെയ്ത് നോക്കി. നമ്പർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ അതിൻ്റെ പേര് കൊടുക്കുക എന്നുള്ളതാണ്. ആ പേര് കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും: വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കണം അല്ലേ. നമ്മളുടെ നോർമൽ സിസ്റ്റം അതാണ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. ഹൈഫൻ ഇട്ടിട്ട് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, ഫസ്റ്റ് കാർബണിൻ്റെ സെക്കൻഡ് കാർബണിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് നമ്മൾ 1 തൊടും. വീണ്ടും ഒരു ഹൈഫൻ ഇട്ടിട്ട് ഡബിൾ ബോണ്ട് വരുമ്പം ആൽക്കീനാണ്. അപ്പോൾ നമ്മൾ സഫിക്സ് എന്താ കൊടുക്കേണ്ടത്? ENE. ഓക്കെ, ENE എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇഫ് സോ വാട്ട് വിൽ ബി ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ റൂൾസ് മനസ്സിലാക്കി, എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം അത് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടിൻ്റെ പേരെന്തായിരിക്കും? ആദ്യം അവരെന്താ ചോദിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1 2 3 4 അല്ലേ. 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4 ആണ്. ഓക്കെ, വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4 വരുമ്പം എന്താ റൂട്ട് വരിക? ബ്യൂട്ടാണ് അല്ലേ. ബ്യൂട്ടാണ് വേർഡ് റൂട്ട് വരേണ്ടത്. വേർഡ് റൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാത്തതുകൊണ്ട് ഞാനൊന്നും കൂടെ വൈറ്റ് കൊണ്ട് ഇവിടെ എഴുതാം. 4 വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ടാണ് അല്ലേ. ബ്യൂട്ടി. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിങ് ഡബിൾ ബോണ്ട്. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർബൺ ആറ്റം എന്താണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ അതാണ് നമ്പർ കൊടുക്കേണ്ടത്. സഫിക്സ്, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, സഫിക്സ് എന്താ വരേണ്ടത്? ENE. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ബ്യൂട്ട് ഹൈഫൻ പൊസിഷൻ നമ്പർ ഓഫ് ദ ഡബിൾ ബോണ്ട്, വീണ്ടും ഒരു ഹൈഫൻ, സഫിക്സ് ENE. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ബ്യൂട്ട് 1-ene. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് C4H8. ഈ കോമ്പൗണ്ടിന് IUPAC നെയിം എന്തായിരിക്കും വരേണ്ടത്? C4H8. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ട് നോക്കാം. അപ്പോൾ C4H8 നമ്മളടുത്ത് എവിടെയാണ് ഡബിൾ ബോണ്ട് വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, CH3 CH ഡബിൾ ബോണ്ട് CH3 കൗണ്ട് ചെയ്ത് നോക്കിയാൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെ നടുവിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്.
റൈറ്റ് ടു ലെഫ്റ്റ് കൗണ്ട് ചെയ്താലും സെക്കൻഡിനും തേർഡിനും നടുവിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ. അതിലൊരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ നമ്പർ ലെഫ്റ്റ് ടു റൈറ്റോ ലെഫ്റ്റ് വരുമ്പം സെയിം സെക്കൻഡ് കാർബണിൻ്റെയും തേർഡ് കാർബണിൻ്റെ മുകളിലാണ് ഇടയിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത്. തുടങ്ങുന്നത് എവിടെയാണ്, സെക്കൻഡ് ബോണ്ട് മുകളിലാണ് കൗണ്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ നിന്ന്. അപ്പം 2 ആയിരിക്കണം അതിൻ്റെ നമ്പർ ഓഫ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് വരുന്നത്. 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്തായിരിക്കും, ബ്യൂട്ടാണ് അല്ലേ, നേരത്തെ നമ്മൾ എഴുതിയ പോലെ. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4 തന്നെ. വേർഡ് റൂട്ട് 4 കാർബൺ ആറ്റംസ് വരുന്നതുകൊണ്ട് എന്താണ്, ബ്യൂട്ടാണ്. ദ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിങ് ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ്. സഫിക്സ് ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. സഫിക്സ് എന്തായിരിക്കണം, ENE ആയിരിക്കണം. ഓക്കെ, ENE. അപ്പോൾ പേരെന്തായിരിക്കും, ഫസ്റ്റ് റൂൾ എന്താ, വേർഡ് റൂട്ട് ചെയ്താൽ 4 കാർബൺ വരുന്നതുകൊണ്ട് ബ്യൂട്ട് ഹൈഫൻ പൊസിഷൻ ഓഫ് കാർബൺ ആറ്റം 2 സഫിക്സ് ENE, ബ്യൂട്ട് 2 ഈൻ. നേരത്തെ നമ്മൾ പഠിച്ചതായിരുന്നു ബ്യൂട്ട് 1 ഈൻ ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കിയത് എന്താണ്, ബ്യൂട്ട് 2 ഈനാണ് അല്ലേ. ബ്യൂട്ട് 1 ഈൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയപ്പം ഫസ്റ്റ് കാർബണിൻ്റെയും സെക്കൻഡ് കാർബണിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വന്നിരുന്നത്. ഇവിടെ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെ ഇടയിലാണ്, സെക്കൻഡിനാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ പൊസിഷൻ എന്ത് എഴുതി, 2 എന്ന് എഴുതി. അപ്പോൾ ബ്യൂട്ട് 1 ഇൻ ബ്യൂട്ട് 2 ഇൻ രണ്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു അല്ലേ. രണ്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. നൗ യു ആർ ഫെമിലിയർ വിത്ത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ്. രണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ കണ്ട്, ഡബിൾ ബോണ്ട് പൊസിഷൻ കണ്ട് മനസ്സിലാക്കി. രണ്ടിന് ഫോർമുല എന്ത് C4H8 തന്നെയാണ് അല്ലേ. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചേഴ്സ്, അവരുടെ സ്ട്രക്ചറിൽ എന്താണ് വ്യത്യാസം, സ്ട്രക്ചറിൽ എന്താ വ്യത്യാസം, സ്ട്രക്ചർ വ്യത്യാസം വരുന്നത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് അല്ലേ. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് വേറെയാണ്, അതാണ് അവരുടെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം. ബാക്കി വേറെ ഒന്നും വ്യത്യാസം വരുന്നില്ല. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹൗ ഡു ദേ ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചേഴ്സ് വരുന്നത്, ദേ ഡിഫർ ഇൻ ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ദേ differ in the position of double bond. ഒന്നിൽ 1 ആണ് വരുന്നെങ്കിൽ പൊസിഷൻ എന്താ, രണ്ടാമത്തേൽ 2 ആണ്. ഇൻ ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ള ഉള്ളത്. പക്ഷേ ഇവരുടെ പ്രോപ്പർട്ടി എന്തായാലും വ്യത്യാസം ഉണ്ടാവും അല്ലേ. വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. നമ്മുടെ അടുത്ത് വേറൊരു കോമ്പൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, CH3 CH2 CH CH CH3. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്ത് നോക്കിയാൽ, അപ്പോൾ നമ്മൾ കുറേ നമ്പറിംഗ് ഒക്കെ പഠിച്ചുകൊണ്ട് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇവിടെ കൗണ്ട് ചെയ്യുമ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഫോർത്തും നടുവിലാണ് ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ. പിന്നെ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോഴോ ഫസ്റ്റ് സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും നടുവിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പം വേണമെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്യാം, 1 2 3 4 and 5. ഇവിടെയാണെങ്കിൽ 1 2 3 4 and 5. ലെഫ്റ്റ് ടു റൈറ്റ് തേർഡിൻ്റെ ഫോറിൻ്റെ നടുവിൽ, റൈറ്റ് ടു ലെഫ്റ്റ് സെക്കൻഡിനും തേർഡിൻ്റെ നടുവിൽ. അപ്പോൾ ചെറിയ നമ്പേഴ്സ് എവിടെയാണ് വരുന്നത്, സെക്കൻഡിൻ്റെയും തേർഡിൻ്റെ നടുവിൽ, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോഴാണ്. അപ്പം സെക്കൻഡിൻ്റെ നടുവിൽ തേർഡിൻ്റെ നടുവിൽ വരുന്നതുകൊണ്ട് നമ്മൾ എടുക്കുക എവിടെ നിന്നാണ്, സെക്കൻഡിനാണ് ബോണ്ട് തുടങ്ങുന്ന പോലെയാണ് എടുക്കുന്നത്. കാരണം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരുന്നത്. അപ്പം ഇതായിരിക്കും നമ്മളുടെ നടുവിൽ വരുന്നത്. ഇതേപോലെ സെൻറ്ററിൽ വരുന്ന നമ്പർ 2 ആയിരിക്കും. ഇനി ഇവിടെ 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ, 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വേർഡ് റൂട്ട് എന്തായിരിക്കും, 5 എന്ന് പറയുമ്പം പെൻറ്റ് ആണ് വരുന്നത് അല്ലേ, PENT, പെൻറ്റ്. പെൻറ്റ് ഹൈഫൻ ഏത് കാർബണിൻ്റെ മുകളിലാണ്, 2 ആണ്. പെൻറ്റ് 2 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE, പെൻറ്റ് 2 ഈൻ. ഈ കാർബൺ കോമ്പൗണ്ടിൻ്റെ പേരെന്താ, പെൻറ്റ് 2 ഈൻ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലേ. ഇനി നമുക്ക് വേറൊരു കാർബൺ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലേ. സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ, നേരത്തെ നമ്മൾ ഡബിൾ ബോണ്ടാണ് കണ്ടിരുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് എന്താ, ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. ട്രിപ്പിൾ ബോണ്ടാണ് വന്നിരുന്നത്. അപ്പം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നേരത്തെ ഞാൻ പറഞ്ഞു, പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ വ്യത്യാസം വരുന്നത് അതിൻ്റെ സഫിക്സിലാണ്. ഡബിൾ ബോണ്ട് വരുമ്പം ENE നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ എന്തായിരിക്കും, YNE എന്നായിരിക്കണം നമ്മളുടെ സഫിക്സ് വരേണ്ടത്. YNE അവസാനിക്കുന്നത് YNEയിലായിരിക്കണം അല്ലേ. ഇനി ഇത് കൗണ്ട് ചെയ്യുമ്പം ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ ആൻഡ് ഫോർത്ത് കാർബൺ. റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പം ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റിന് സെക്കൻഡ് നടുവിലാണ് അല്ലേ, റൈറ്റ് ടു ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്.
ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ തേർഡ് കാർബണിൻ്റെ മുകളിലാണ്, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് കാർബണിൻ്റെ മുകളിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. പക്ഷേ റൂൾ എന്താ, സ്മോളർ നമ്പർ വരുന്ന ഭാഗം എവിടെയാണോ അതായിരിക്കണം നമ്മളുടെ പൊസിഷൻ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലായതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട് വരെ 1 അവിടെ ഇട്ടു. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ മെയിൻ ചെയിൻ 4 ആണ്. 4 വരുമ്പം നമ്മളുടെ റൂട്ട് വേർഡ് എന്താ, ബ്യൂട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ, ബ്യൂട്ട് 1 അയൺ. YN വരുമ്പോൾ അയൺ എന്ന് പറയും, ബ്യൂട്ട് 1 അയൺ. ഇത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്, ഇത് ഗ്രൂപ്പ് ഏതാ, ഇതിനെ ആൽക്കൈൽ ഗ്രൂപ്പാണ്, ALKYNE. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? മോളിക്കുലാർ ഫോർമുല പറഞ്ഞാൽ എത്ര C ഉണ്ട് എത്ര H ഉണ്ട് എന്ന് എഴുതണം അല്ലേ, അതാണ് നമ്മളുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ. സ്ട്രക്ചറൽ ഫോർമുല ഇങ്ങനെ എഴുതും അല്ലേ, ഇങ്ങനെ എഴുതാം. പിന്നെ അതിനെ വരച്ചിട്ട് ശരിക്കും അതും എഴുതാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 1 2 3 4, 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ C4 H എത്രയാണ് വരുന്നത്, 1 2 + 1 3 3 + 3 6, C4H6 എന്നാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. ടു വിച്ച് കാറ്റഗറി ദസ് ദിസ് കോമ്പൗണ്ട് ബിലോങ്? ഇത് ബിലോങ് ഇതിലാണ്, ആൽക്കൈൻ, ALKYNE. ട്രിപ്പിൾ ബോണ്ട് വരുന്നതുകൊണ്ട് ഇതേതാണ്, ആൽക്കൈനാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്തൊന്ന് സമ്മറൈസ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4, വേർഡ് റൂട്ട് 4 കാർബൺ ആറ്റം വരുന്നുണ്ട്, ബ്യൂട്ട്. ദ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ഹാവിങ് ട്രിപ്പിൾ ബോണ്ട് 1 ആണ് അല്ലേ, ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ്. സഫിക്സ് എന്താ വരിക, ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്, സഫിക്സ് എന്തായിരിക്കണം, YNE. IUPAC നെയിം നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബ്യൂട്ട് -1-YNE, ബ്യൂട്ട് 1 അയൺ അല്ലേ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്. മോളിക്കുലാർ ഫോർമുല എന്താ, C4H6. അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പം റൂളാണ്, വേർഡ് റൂട്ട് പ്ലസ് ഹൈഫൻ പ്ലസ് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് പ്ലസ് ഹൈഫൻ പ്ലസ് സഫിക്സ് YNE. ഇനി നമ്മളിവിടെ പറഞ്ഞെന്താ വെച്ചാൽ C4H6 തന്നെ, പക്ഷേ നമ്മളവിടെ എന്ത് ചെയ്യണം, മോളിക്കുലർ ഫോർമുല സെയിം ബട്ട് അനദർ സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുലയിൽ മാറ്റം വരുത്തിയിട്ട് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലായിരുന്നു നമുക്ക് എന്ത് കിട്ടിയത്, ട്രിപ്പിൾ ബോണ്ട് വന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലും ട്രിപ്പിൾ കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ വരുന്ന അവിടെ ഭാഗത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ട്രിപ്പിൾ ബോണ്ട് നോക്കാം. അപ്പം ഇവിടെ ഹൈഫൻ എത്ര കാർബൺ ആറ്റം ഇവിടെ ഉണ്ടാവും, H3 അല്ലേ. ഇവിടെ എത്ര വന്ന്, CH3 വന്നു, ഇവിടെ CH3 6 ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്, 4 കാർബൺ ആറ്റംസും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് സെയിം മോളിക്കുലാർ ഫോർമുല, C4H6 തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ക്ലിയർ ആയില്ലേ. അപ്പം വേറൊരു സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞു, നമ്മൾ വരച്ചു. ബോണ്ടിൻ്റെ പൊസിഷൻ മാറ്റി. ഇനി ഈ ബോണ്ടിനെ പിടിച്ചിങ്ങോട്ട് മാറ്റിയാലോ പേരിൽ വ്യത്യാസം വരുമോ? ഇതെന്നല്ല പേര് വരിക, ബ്യൂട്ട് 1 അയൺ, കാരണം കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിന് സെക്കൻഡ് നടുവിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിതിന് ഐസോമർ 2 മാത്രമേ ഉള്ളൂ അല്ലേ, 2 ഭാഗത്തും ഫസ്റ്റും സെക്കൻഡിൻ്റെ ഇടയിൽ ആ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് എത്രത്തോളം പഠിച്ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നത്, CH3 CH CH2. നമുക്കൊരു ഫോർമുല തന്നിട്ട് അതിൻ്റെ IUPAC നെയിം ഏതാണ് പറയുന്നത് അല്ലേ, നെയിം എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡബിൾ ബോണ്ടാണ് അല്ലേ, ഡബിൾ ബോണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്പറാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്പർ ചെയ്യുമ്പം ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. അപ്പം ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ, ഫസ്റ്റിന് സെക്കൻഡ് നടുവിൽ. ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ തേർഡിൻ്റെ സെക്കൻഡ് നടുവിലാണ്. അപ്പോൾ തേർഡിൻ്റെ സെക്കൻഡിൻ്റെ നടുവിലല്ല ഡബിൾ ബോണ്ടിൻ്റെ സ്മോളർ നമ്പർ വരുന്നത്, നമ്മൾ 1 and 2ൻ്റെ നടുവിലാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അല്ലേ, കറക്റ്റ് ഓപ്ഷൻ അതാ വരാം. അപ്പം ഇനി ഇതിൻ്റെ പേര് നമ്മൾ 1 അവിടെ എഴുതി, പൊസിഷൻ അങ്ങോട്ട് എഴുതി. ഡബിൾ ബോണ്ടാണ് വരുന്നത് കൊണ്ട് സഫിക്സ് എന്തായിരിക്കും, ENE ആയിരിക്കും, അതും അവിടെ എഴുതി വെച്ചു. ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് ENE. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, 1 2 3 കാർബൺ ആറ്റം വരുമ്പോൾ പേരെന്തായിരിക്കും വരിക, എന്തായിരിക്കും നെയിം വരിക, പ്രോപ്പാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരുന്നത്, prop 1 in.
കോമ്പൗണ്ടിൻ്റെ പേര് പ്രോപ്പ് 1 ഈൻ എന്നാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് പേര് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഹെക്സ് 2 ഈൻ. ഹെക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര കാർബൺ ആറ്റംസ് വരണം? ഹെക്സ എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റം വരണം അല്ലേ? ഫസ്റ്റ് ആ കാർബൺ ആറ്റം മാത്രം ഒന്ന് വരച്ച് വെക്കാം. 1 2 3 4 5 6. ഇനി ഹെക്സ് 2 ഈനാണ്. 2 ഈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാർബണിൻ്റെ തേർഡ് കാർബണിൻ്റെ നടുവിലാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരുന്നത്. EN വന്നുകൊണ്ട് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം. റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് വരുമ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വരുമ്പോഴും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇതാണ് ഞാൻ സെക്കൻഡ് കാർബൺ ആറ്റായിട്ട് എടുത്തത്. അപ്പോൾ സെക്കൻഡ് കാർബണിന് തേർഡിൻ്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് ഇവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് നമ്പർ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഡബിൾ ബോണ്ട് വരേണ്ടത് അല്ലേ? പക്ഷെ ഞാനവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ സെക്കൻഡും തേർഡും ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് എടുത്തത്. അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ എന്ത് കൊടുത്തത്? 2 സെക്കൻഡ് കാർബണിൻ്റെ നടുവിലും തേർഡിൻ്റെ ഇടയിലും വരുന്ന ഡബിൾ ബോണ്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ വാലൻസി ഫില്ല് ചെയ്താൽ ഇവിടെ എന്ത് വരും? ഇവിടെ CH3 വന്ന് അല്ലേ? CH3. ഇവിടെ CH വന്ന് ഇവിടെ CH, ഇത് CH2 CH CH2 ഇവിടെ വരും. ഇവിടെ CH3 എന്ന് വരും അല്ലേ? CH3. അപ്പം ഈ കാർബൺ ബാലൻസ് കറക്റ്റാണ് ചെക്ക് ചെയ്യുക. ഈ കാർബണിൻ്റെ മുകളിൽ 1 ഇങ്ങോട്ട് 2 3 4. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 1 2 3 ഒരു ഹൈഡ്രജൻ്റെ കൂടെ. ഇനി ഈ കാർബൺ 1 2 2 ഹൈഡ്രജൻ്റെ കൂടെ. ഇനി ഇവിടെ അതേപോലെ തന്നെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബണിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ എന്തും കൂടി വരുന്നത് H2 എന്ന് അല്ലേ? ഇവിടെ CH2 ഇവിടെ CH3. അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഹെക്സ് 2 ഈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല കിട്ടി. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത് തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് അതിൻ്റെ IUPAC നെയിം എഴുതാനാണ്. അപ്പം വീണ്ടും നമ്മൾ നമ്പറിങ് ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സാധാരണ എടുക്കുന്ന അതേപോലെ നമ്പറും ചെയ്തു. 3 4 5. അപ്പോൾ ഇവിടെ സെക്കൻഡ് കാർബണിൻ്റെയും തേർഡ് കാർബൺ അവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതി വെക്കുക? പൊസിഷൻ എഴുതി 2. സെക്കൻഡിൻ്റെ മുകളിലാണ് തുടങ്ങുന്നത്. ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മളവിടെ സഫിക്സ് എന്ത് വരണം? YNE എന്ന് വരണം അല്ലേ? YNE. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 1 2 3 4 5. പെൻറ്റ് ആണ് വരുന്നത്. അപ്പം പെൻറ്റ് 2 ഐൻ. ഇതാണ് നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേര്. പെൻറ്റ് 2 ഐൻ. ഓക്കെ. ഹെപ്റ്റ് 3 അയനാണ് നമ്മുടെ അടുത്ത IUPACൻ്റെയും നമ്മളതിൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ വരയ്ക്കണം. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 കാർബൺ ആറ്റം വരണം. ഹെപ്റ്റ് 2 3 4 5 6 7. തേർഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നുള്ള തേർഡ് ഒന്ന് കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ളതും കൗണ്ട് ചെയ്യാം. ഞാനിപ്പം ഡിഫോൾട്ട് മെത്തേഡാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെയാണ് കൗണ്ട് ചെയ്ത് പോകുന്നത്. അപ്പം തേർഡ് കാർബണിൻ്റെ ഫോർത്ത് കാർബണിൻ്റെ നടുവിലാണ് എന്ത് വരുന്നത്? ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പം അങ്ങനെ എഴുതി. അപ്പോൾ CH3 CH2 4. ഇവിടെ CH2 ഇവിടെയും CH2 ഇവിടെ CH3. ഇതാണ് എൻ്റെ വരുന്നത് ഹെപ്റ്റ് 3 അയൻ. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരണം. അപ്പം നമ്മളിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്ന് ഒന്നും കൂടി നല്ലോണം ചെയ്ത് നോക്കണം. ഈ ടേബിൾ ഇതേപോലെ നിങ്ങൾ പല രീതിയിൽ ചെയ്ത് നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് നെയിമിങ് അങ്ങോട്ട് തറോ ആവുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.